സ്വേച്ഛാധിപതിയും സുഖലോലുപനുമായ ഒരു ജനകീയ നേതാവിന്റെ അധംപതനത്തിനാണ് കഴിഞ്ഞ ദിവസം ഡൽഹി സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താമസത്തിനായി കോടികൾ ചെലവഴിച്ച് കെട്ടിപ്പൊക്കിയ ശീഷ് മഹൽ എന്ന കൊട്ടാരത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പടിയിറങ്ങേണ്ടി വന്നിരുന്നു കെജ്രിവാളിന്. പിന്നീട് താമസം അശോക് മിത്തൽ എന്ന ശിഷ്യന്റെ വീട്ടിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം രാഘവ് ഛത്തയോടൊപ്പം ആം ആദ്മി വിട്ട് BJPയിലെത്തിയവരിൽ കെജ്രിവാളിന്റെ ശിഷ്യനായ അശോക് മിത്തലും ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന നേതാവ് പോലും അറിയാതെയായിരുന്നു അശോക് മിത്തലിന്റെ ഈ നീക്കം. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും പ്രഥമ ചാൻസലറുമാണ് അശോക് മിത്തൽ. ഇദ്ദേഹത്തെ പഞ്ചാബിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിച്ചത് കെജ്രിവാളാണ്. ആം ആദ്മി ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അശോക് മിത്തൽ. ഇതോടെ കെജ്രിവാളിനും ഭാര്യയ്ക്കും മകൾക്കും വീണ്ടും അശോക് മിത്തലിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. സ്വന്തം താല്പര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും പ്രാധാന്യം കൽപ്പിക്കാത്ത അരവിന്ദ് കെജ്രിവാളിന്റെ സ്വഭാവമായിരുന്നു അയാളുടെ തകർച്ചയ്ക്ക് കാരണമായത്. തന്നേക്കാൾ മികച്ച പ്രകടനം നടത്തുന്നവരെ കെജ്രിവാളിന് കണ്ണിൽ കണ്ടൂടാ. അതാണ് രാഘവ് ഛത്തയുടെ കാര്യത്തിലും സംഭവിച്ചത്. ലോക്സഭയിൽ മികച്ച പ്രകടനം നടത്തുന്ന രാഘവ് ഛത്ത മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയതോടെ ആം ആദ്മി എന്ന പാർട്ടിക്ക് സ്പീക്കർ അനുവദിച്ച സമയത്തിൽ നിന്നും രാഘവ് ഛത്തയ്ക്ക് പ്രസംഗിക്കാൻ സമയം നൽകരുതെന്ന് കെജ്രിവാൾ പറഞ്ഞതിന് കാരണം രാഘവ് ഛത്ത മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയതാണ്. രാഘവ് ഛത്തയുടെ ഇമേജ് തന്നേക്കാൾ വലുതാകുന്നുണ്ടോ എന്ന കോംപ്ലക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ രാഘവ് ഛത്തയെ ഒതുക്കാൻ കാരണമായത്. പണ്ട് അഴിമതിക്കെതിരെ സമരം നടത്തിയ പ്രായമേറിയ അന്നാ ഹസാരെയെ ഒതുക്കി അതിന്റെ നേതൃത്വം പിടിച്ചെടുത്ത അതേ കൗശലം ഇന്നിപ്പോൾ ഡൽഹിയിൽ സാധാരണ ഇടത്തേക്ക് താമസം മാറ്റേണ്ടി വന്നിരിക്കുന്നു കെജ്രിവാളിന്. ഇനി പഞ്ചാബ് കൂടി കയ്യിൽ നിന്നും പോകുമോ എന്ന ഭയത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു ആഘാതം കിട്ടിയതിന്റെ ചൂടാറിയിട്ടില്ല. കേസിൽ വാദം കേൾക്കേണ്ട സുവർണകാന്ത ശർമ്മയോട് ഈ കേസിൽ നിന്നും ഒഴിയണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു കെജ്രിവാൾ. സുവർണകാന്ത ശർമ്മ RSSുമായി ബന്ധമുള്ള ഒരു അഭിഭാഷക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം. എന്നാൽ സുവർണകാന്ത ശർമ്മ കേസിൽ നിന്നും പിന്മാറിയില്ലെന്ന് മാത്രമല്ല, ചുട്ട മറുപടി കെജ്രിവാളിന് നൽകുകയും ചെയ്തു. ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം ഒരു ജഡ്ജിയുടെ വിധി നിഷ്പക്ഷമാകില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നതായിരുന്നു സുവർണകാന്ത ശർമ്മ എന്ന മിടുക്കിയായ ജഡ്ജിയുടെ വാദം.